ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ ആരാധകർക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇത്. എന്തെന്നാൽ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തി. ഇന്ന് നടന്ന മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ആ മത്സരത്തിന്റെ 76-ാമത്തെ മിനിറ്റിൽ മാത്യൂസ് കുഞ്ഞയുടെ പകരമായിക്കൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു, അതിന്റെ കണക്കുകൾ നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ്. സോഫാ സ്കോർ ബ്രസീൽ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 14 മിനിറ്റാണ് നെയ്മർ കളിച്ചത്. പക്ഷേ എക്സ്ട്രാ ടൈം കൂട്ടുമ്പോൾ ഏകദേശം 20 മിനിറ്റോളം നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു. 3 കീ പാസുകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെയ്മറുടെ പാസിംഗ് എബിലിറ്റിയെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ്. ആ മികവ് ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളത് നെയ്മർ തെളിയിച്ചു കഴിഞ്ഞു. ആകെ 13 പാസുകളാണ് നെയ്മർ നൽകിയിട്ടുള്ളത്. അതിൽ 12 എണ്ണവും വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ 92% അക്യൂറസി വരുന്നത്. 24 ബോൾ ആക്ഷൻസ്, സോഫാ സ്കോറിന്റെ റേറ്റിംഗ് 6.3 ആണ്. ഇങ്ങനെ ഒരു ശരാശരി പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. കീ പാസുകൾ നൽകാൻ നെയ്മർക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ കുറച്ച് തവണ അദ്ദേഹത്തിന്റെ പക്കലിൽ നിന്നും പന്ത് നഷ്ടമായിട്ടുണ്ട്, പൊസഷൻ ലോസ്റ്റ് ആയിട്ടുണ്ട്. അത് ശരിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ തിരിച്ചെത്തുന്നത്. മാത്രമല്ല, ഇതുവരെ പരിക്കിന്റെ പിടിയിലായിരുന്നു നെയ്മർ ജൂനിയർ. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആ പഴയ നെയ്മറെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. സമീപകാലത്ത് ഒരുപാട് പരിക്കുകൾ അലട്ടിയ താരമാണ് നെയ്മർ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. പക്ഷേ ഇപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിനെ സഹായിക്കാൻ തനിക്ക് കഴിയുമെന്ന് നെയ്മർ ജൂനിയർ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തെളിയിക്കുന്നു. കൂടുതൽ കീ പാസുകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഏതായാലും ടീമുമായി ഇണങ്ങി ചേർന്ന് ഇനിയും കൂടുതൽ മികവിലേക്ക് നെയ്മർ ജൂനിയർ ഉയരേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.